പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കൺമണിയെ രക്ഷിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കങ്ങളുമായി ക്രിഷ് മുന്നിലേക്ക് പോവുകയാണ്. എന്നാൽ ഇതിനിടയിൽ വീണ്ടും തോക്കു ചൂണ്ടി ആ ഗുണ്ട മുന്നിലേക്ക് വരികയും നിങ്ങളുടെ രക്ഷപ്പെടൽ ഇവിടെ തീരുകയാണ്, നീ മരിക്കാൻ പോവുകയാടാ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ക്രിഷ് ആകെ പകച്ചു പോകുന്നു. എന്തൊക്കെ സംഭവിച്ചാലും കൺമണിയെ രക്ഷിക്കുക തന്നെ ചെയ്യണം, അതിൽ നിന്ന് പിന്മാറാൻ താൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കുന്ന ക്രിഷ് തിരികെ തിരിച്ചടിച്ചിരിക്കുകയാണ്. വീണ്ടും മൽപിടുത്തം നടക്കുകയാണ് തോക്ക് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി. ഇതേ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ആ ഗുണ്ടയ്ക്ക് അടി തെറ്റിയതിനെ തുടർന്ന് അയാളെ താഴത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് ക്രിഷ് കൺമണിയെയും കൂട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷേ എങ്ങോട്ടാണ് ഓടുന്നത് എന്നുള്ള കാര്യം പോലും ക്രിഷിന് അറിയാമായിരുന്നില്ല. ദിശ തെറ്റിക്കൊണ്ട് ഓടുന്ന അവർ ഒടുവിൽ കാട്ടിൽ പെട്ടുപോവുകയാണ്. ഇരുട്ടിൽ എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ച് നിൽക്കുകയാണ് അവർ. ക്രിഷ് സാർ, ഇനി നമ്മൾ എന്തു ചെയ്യും? എനിക്കാണെങ്കിൽ പേടിയാകുന്നു. നമ്മൾ ഈ കാട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ മരിക്കേണ്ടി വരുമോ? കൺമണി, നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ എന്തിനും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ മരിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ പുറത്തെത്തിക്കും, അതെന്റെ വാക്കാണ്. ഇത് കേൾക്കുന്ന കൺമണി, ഒരിക്കലും അങ്ങനെ പറയരുത് ക്രിഷ് സാർ, എന്നോട് മരിക്കുന്ന കാര്യമൊന്നും പറയരുത് എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. ക്രിഷ് സാർ എൻ്റെ കൂടെ തന്നെ വേണം. ഇത് കേട്ട് ക്രിഷിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. മാത്രവുമല്ല, രാത്രി ക്രിഷിനോട് കൂടുതൽ അടുത്ത് കൺമണി പേടിച്ചുകൊണ്ട് ഇരിക്കുകയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുകയും ചെയ്തത് ക്രിഷിന് വളരെ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. ഇതോടെ ക്രിഷ്, കൺമണി, നിനക്ക് ക്ഷീണം കാണും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നീ ഉറങ്ങിക്കോളൂ. ബാക്കി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഉറക്കം ഒഴിഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചുകൊള്ളാം. നീ ധൈര്യമായി ഉറങ്ങിക്കോളൂ, ഒന്നും തന്നെ സംഭവിക്കുകയില്ല. നാളെ നേരം വെളുത്തതിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഈ കാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിനെ വിശ്വസിച്ചുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങാനുള്ള തീരുമാനം കൺമണി എടുക്കുകയാണ്. ഇതേ സമയം കൃഷാകട്ടെ ഇനി എങ്ങനെയാണ് പുറത്തേക്ക് പോകേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. വഴികളൊന്നും യാതൊരു പരിചയവുമില്ല. എങ്ങനെ രക്ഷപ്പെടും? അധിക സമയം ഇവിടെ ചിലവഴിക്കുന്നതും നല്ലതല്ല. അവൻ ആളുകളെ കൂട്ടി പിന്തുടർന്നുകൊണ്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇനി കാര്യങ്ങൾ നീക്കണം. ഇതേ തുടർന്ന് കൺമണിയെയും കൂട്ടിക്കൊണ്ട് വീണ്ടും ക്രിഷ് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇതിനിടയിൽ ഗുണ്ടകളാകട്ടെ കൺമണി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സുമിത്ര ബാക്കി വെക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും കൺമണിയെ കണ്ടെത്തണം. അവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തേണ്ടത്. ഇതേ തുടർന്ന് വീണ്ടും കാട്ടിലേക്ക് തിരികെ എത്തുന്ന അവർ പല ഭാഗങ്ങളിലേക്കായി പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. നമുക്ക് നിഷ്പ്രയാസം അവർ എവിടെയാണ് എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ സാധിക്കും. ഒരിക്കലും അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പുറത്തു പോകരുത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം. അറിയാമല്ലോ, മേഡം അറിഞ്ഞാൽ തല കാണില്ല. ഇതോടെ അന്വേഷണം മുന്നിലേക്ക് പോവുകയാണ് അവരുടെ. ഇതിനിടയിൽ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പോലീസിനോട് കരഞ്ഞു പറയുകയാണ് ബലരാമൻ. പക്ഷേ പോലീസ് ആകട്ടെ അത് വിശ്വസിക്കാൻ തയ്യാറാകാത്തത് തിരിച്ചടിയാകുന്നു.
കൺമണിയുടെ നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ ബലരാമൻ തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞതിനെ തുടർന്ന് ബലരാമൻ എങ്ങനെയാണ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുക എന്ന് ആലോചിക്കുന്നു. ഞാൻ ചെയ്യാത്ത തെറ്റ് ഏൽക്കാൻ തയ്യാറല്ല മാഡം. ഞാൻ ഈ കാര്യത്തിൽ ഒന്നും അറിയാതെയാണ് നിൽക്കുന്നത്. കൺമണിയെ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് ബലരാമൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ബലരാമൻ കൺമണിയെ താൻ കണ്ടെത്തിയില്ല എങ്കിൽ കുറ്റങ്ങൾ തൻ്റെ തലയിൽ തന്നെ വീഴും എന്ന് മനസ്സിലാക്കുന്നതും ഇതോടെ തൻ്റെ രീതിയിൽ അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്നതും. ഒടുവിൽ കൺമണിയും കൃഷും ബലരാമനെ കണ്ടുമുട്ടുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.